പ്രിയദർശിനി സൂപ്പറാണ്. ചുരൽമലെന്ന് അത് യൂസ് ചെയ്താണ് വന്നത്. മേപ്പാടിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് അങ്ങനെ തന്നെയാണ്. ഇവിടുന്ന് റിട്ടേണും അങ്ങനെ തന്നെയാണ്. ഡെയിലി പോകുന്നവർക്ക് വളരെ ഉപകാരമാണ്. വിദ്യാർത്ഥികൾ ഈ ഒരു ലിംഗഭേദം ഇല്ലാതെ കൊടുക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇത് ഏറ്റവും ഉപകാരപ്രദമായിരിക്കും. KSRTC സർവീസ് ഇല്ലാത്ത ഏരിയകളിൽ ഈ ഒരു സർവീസ് ഇട്ട് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവും. സർക്കാർ പദ്ധതിയായ പ്രിയദർശിനി യാത്ര തുടങ്ങിയിട്ട് 3 ആഴ്ചയ്ക്ക് മുകളിലായി. സ്ത്രീകളടക്കമുള്ള വിദ്യാർത്ഥികൾക്ക് ഈ യാത്രാ സൗകര്യം എത്രത്തോളം ഫലപ്രദമായെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. സ്ത്രീകൾക്ക് എത്രത്തോളം പ്രയോജനപ്പെടുന്നുണ്ട്? ഞാനൊരു വീട്ടമ്മയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോൾ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് പ്രിയദർശിനി ഉപകാരപ്പെട്ടു. ജോലി ഉള്ളവർക്കാണെങ്കിൽ ഡെയിലി അവർക്ക് പൈസ ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് അങ്ങനെ കൊടുക്കാം. ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് കൂടുതൽ ഉപകാരപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അഭിപ്രായം അതന്നെയാണ്. എപ്പോഴും പ്രിയദർശിനിക്കാണോ വെയിറ്റ് ചെയ്യുന്നത്? ഇപ്പം ഞാൻ പ്രിയദർശിനിക്കാണ് വെയിറ്റ് ചെയ്യുന്നത്. എനിക്ക് തിരുവമ്പാടി വരെ പോകാനുണ്ട്. അപ്പം ഞങ്ങൾ 3 പേരുണ്ടല്ലോ, അപ്പോൾ ഞാൻ പ്രിയദർശിനിയല്ലേ ഒന്നും കൂടെ നന്നാവുക. പ്രിയദർശിനി സൂപ്പറാണ്. ഞാൻ സ്ഥിരം മുമ്പേ പ്രിയദർശിനി വരുന്നതിന് മുമ്പ് തന്നെ KSRTC യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പോഴും ഇപ്പോഴും തമ്മിലൊരു വ്യത്യാസം, അതായത് തിരക്കിന്റെ കാര്യത്തിൽ തിരക്ക് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും സന്തോഷമേ ഉള്ളൂ. കാരണം ഒരുപാട് ആൾക്ക് ഇത് ഉപകാരമാണ്. ഇപ്പം സ്ത്രീകൾക്ക് ഇപ്പോൾ എല്ലാവരും വിമർശിക്കുന്ന ഒരു കാര്യമാണ് വെറുതെ സ്ത്രീകൾ കയറിയിട്ട് യാത്ര പോവുകയാണെന്നൊക്കെ. പക്ഷെ ഇങ്ങനെ പോകുന്നവരൊക്കെ പാവപ്പെട്ടവരാണ് അധികം പോകുന്നത്. നേരത്തെ കഴിയുന്നവരല്ലാത്ത രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ഇപ്പം ഇങ്ങനെയുള്ളവർ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് പോകാൻ പറ്റാത്തവർ ടൂറൊക്കെ പോലെ പോകുന്നുണ്ട്. അത് ഇപ്പോഴേ ഉണ്ടാവുള്ളൂ, തുടക്കത്തിലൊക്കെ അത് ഉണ്ടാവുള്ളൂ. എല്ലാ കാലത്തും അതൊന്നും ഉണ്ടാവില്ല. അപ്പൊ അവരതൊന്നും എൻജോയ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഇങ്ങനെ ഒരു ഇത് കിട്ടിയത് കൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും ഇതിൽ നിന്ന്. കാരണം സ്ഥിരമായിട്ട് ജോലിക്ക് പോണവർക്കൊക്കെ ഒരു നിശ്ചിത എമൗണ്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് ഭയങ്കര സേവിങ്സ് ആവും. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണത്. ദൂരയാത്രയ്ക്ക് ഒക്കെ ഇപ്പൊ പ്രിയദർശിനി തന്നെയാണോ? ഞങ്ങളിവിടെ കണ്ണൂരേക്ക് അപ്പം പോണ്. പിന്നെ ഇപ്പൊ തിരക്കും കാര്യങ്ങളൊക്കെ ആണല്ലോ ഇതിന് കാത്തിക്കുന്നവരൊക്കെ. നല്ലതാണ്. കാരണം ഞങ്ങളിപ്പോൾ വയനാട്ടിൽ നിന്ന് വന്നതാണ്. ചുരൽമലെന്ന് അത് യൂസ് ചെയ്താണ് വന്നത്. മേപ്പാടിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് അങ്ങനെ തന്നെയാണ്. ഇവിടുന്ന് റിട്ടേണും അങ്ങനെ തന്നെയാണ്. കാരണം നമുക്ക് ധൈര്യമായിട്ട് പോവാം. അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ 10 രൂപ ഇല്ലല്ലോ എന്നുള്ളൊരു പേടിയൊക്കെ ഒരു സമയത്ത് എല്ലായ്പ്പോഴും നമുക്ക് പൈസ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇപ്പം നമുക്ക് പേടിക്കാതെ പോവാം, എവിടെ വേണമെങ്കിലും പോവാമല്ലോ. അത് നല്ലതാണ്. പിന്നെ നമ്മൾ ഫ്രീ ആണ് എന്ന് ഓർത്തിട്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഇതുവരെ ഉണ്ടായില്ല. എല്ലാവരും നല്ല ആദ്യത്തെ പോലെ തന്നെ ടിക്കറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ കാശ് വേണ്ടെന്നേ ഉള്ളൂ. നല്ലതാണ്. ഡെയിലി പോകുന്നവർക്ക് വളരെ ഉപകാരമാണ്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആളാണോ? ഡെയിലി പ്രിയദർശിനിയിലാണോ പോകുന്നത്? ഞാൻ വണ്ടിക്ക് പോകുന്ന ആളാ. ഇപ്പം ലോങ് റൂട്ടിനൊക്കെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് പ്രിയദർശിനിയാണോ? നല്ല കാര്യമാണ്. കാരണം പൈസ ഇല്ലാത്തവർക്കും അല്ലേ ഈ യാത്ര ജോലിക്കാർക്കൊക്കെ നമുക്ക് സേവിങ്സ് ആയിട്ട് എടുക്കാമല്ലോ. അത് സാറ് ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. ഞാൻ ആദ്യമായിട്ടാണ് പ്രിയദർശിനിയിൽ കയറിയത്. ചാത്തമംഗലം ടു കോഴിക്കോട് വരെ. നല്ല അഭിപ്രായമാണ്. എപ്പോഴും കയറുന്ന ആളല്ല? അല്ല, എപ്പോഴും കയറുന്ന ആളല്ല, വല്ലപ്പോഴാണ് കയറുന്നത്. പക്ഷെ എന്തായാലും പദ്ധതി ഓക്കെയാണ്. ഓക്കെയാണ്. ഹാപ്പി ഉണ്ടെന്നാണ് പറയുന്നത്. ഹാപ്പിയാണ്. നല്ല ഉപകാരം തന്നെയാണ്. പ്രിയദർശിനി ഉണ്ടെങ്കിൽ കയറാന്നുള്ള ഇതിൽ നിൽക്കുകയാണ് ഇപ്പോൾ. അപ്പൊ ഈ ഒരു പദ്ധതി വന്നേരെ നിങ്ങൾ ഹാപ്പിയാണോ? ഹാപ്പിയാണ്. നിങ്ങൾ കൂടുതലായിട്ടും ഇങ്ങനെ പ്രിയദർശിനിക്കാണോ പോകാറ്? ഇല്ല, ഞങ്ങൾ നാട് താമരശ്ശേരി മുടൂരാണ്. ഞങ്ങൾ നാട്ടിൽ ഇല്ല പ്രിയദർശിനി ഇല്ല. ഒന്ന് കൽപ്പറ്റ റൂട്ടിലൊക്കെ താമരശ്ശേരിയൊക്കെ സാധാ സ്റ്റോപ്പാണ്. ഈ പദ്ധതിയിൽ എന്തെങ്കിലും മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്? അതായത് തിരക്കാണല്ലോ, പ്രിയദർശിനി വന്നോട് കൂടിയിട്ട് KSRTC ബസ്സിൽ പൊതുവെ തിരക്കാണ്. അപ്പൊ അതിലെന്തെങ്കിലും മാറ്റം വരുത്തണം എന്നുള്ള എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? നിലവിൽ എനിക്ക് അങ്ങനെ പറയാൻ അറിയില്ല. പക്ഷെ ഇതൊരു നല്ല സംഭവമാണ്. പിന്നെ കുറച്ചും കൂടി പ്രായമായ ആളുകൾക്കും സ്കൂളിൽ പോകുന്ന മുഴുവൻ കുട്ടികൾക്കും കൂടി ഉൾപ്പെടുത്തണം എന്നൊരാഗ്രഹമുണ്ട്. കാരണം വയസ്സായ ആളുകൾക്കൊന്നും നിലവിൽ പൈസ ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ ലേഡീസിന് മാത്രം എന്നുള്ളതിനേക്കാളും മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഏജ് ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, ഒരു 55-60 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കും കൂടി വേണം എന്നൊരു അഭിപ്രായമുണ്ട്. മാറ്റം വരുത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല. എങ്ങനെ ജോലിക്കാരാണല്ലോ അധികം ഇപ്പം ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. മറ്റവരൊന്നും എവിടെയും പുറത്തിറങ്ങുന്നുമില്ല, ഒരു കണ്ട് കിട്ടുകയില്ല ചെല്ലുമ്പോൾ. അതായത് 30 വയസ്സിന് മുകളിൽ അല്ലെങ്കിൽ 40 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് സംവരണം കൊടുത്ത് അങ്ങനെ ചെയ്യാനാണ്. അങ്ങനെ ചെയ്യണേ നല്ലൊരു കാര്യം. എന്നാൽ കുറെ തിരക്ക് കുറയല്ലോ. വിദ്യാർത്ഥികൾ ഈ ഒരു ലിംഗഭേദം ഇല്ലാതെ കൊടുക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇത് ഏറ്റവും ഉപകാരപ്രദമായിരിക്കും അവർക്കും കൂടെ. കാരണം ഇപ്പം പ്രൈവറ്റ് ബസ്സിലൊക്കെ അവർ ഒരുപാട് ദുരിതം അനുഭവിക്കുന്നുണ്ടല്ലോ. അപ്പം പ്രൈവറ്റ് ബസ്സുകാരെ പറഞ്ഞിട്ടും കാര്യമില്ല.
പക്ഷെ ഇപ്പൊ അവർക്കും കൂടെ ഇത് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ഉപകാരമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ലിംഗ വ്യത്യാസം അല്ലാതെ അവർക്ക് അനുവദിക്കുകയാണെങ്കിൽ. മറ്റെന്തെങ്കിലും മാറ്റം ഈ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മാറ്റം കൊണ്ടുവരണം എന്നുണ്ടോ? തിരക്ക് നിയന്ത്രിക്കാൻ ഈ ഓരോ ബസ്സിനും ഇത്ര എണ്ണം എന്നുള്ളൊരു കണക്കുണ്ടല്ലോ, അത് ആ ബസ്സുകാരൊന്ന് പാലിച്ചാൽ മതി. ഒരു ബസ്സിൽ ഇത്ര ആളുകളെ കയറ്റാൻ പാടുള്ളൂ. പക്ഷെ അവര് പാവം തോന്നിയിട്ട് ഏറെ കൂടുതൽ കയറ്റി പോകുന്നുണ്ട്. അതില്ലാതെ ആ ഒരു എണ്ണത്തിനനുസരിച്ച്, ഒരു ബസ്സിന് ഉൾക്കൊള്ളുന്ന എണ്ണത്തിനനുസരിച്ചിട്ട് ആളുകൾ ഉൾപ്പെടുത്തിയാലും ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതിയാവും. നമ്പർ ഓഫ് സർവീസ് കൂട്ടിയാലും അതിനൊരു പരിധി വരെ നമുക്കത് ചെയ്യാൻ പറ്റില്ലേ? നമ്പർ ഓഫ് സർവീസസ് കൂട്ടുക. അതെ. പിന്നെ ഈ KSRTC ഇല്ലാത്ത ഒരുപാട് മേഖലകളുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ ഉള്ള ഏരിയകളിൽ കൂടുതലും ഈ ബസ്സുകളുണ്ട്. പക്ഷെ ഈ ബസ് തീരെ ഇല്ലാത്ത ഏരിയാസിൽ കുറച്ചും കൂടെ സർവീസ് വർദ്ധിപ്പിച്ചാൽ ഒന്നും കൂടി ഉപകാരമാവും. KSRTC സർവീസ് ഇല്ലാത്ത ഏരിയകളിൽ ഈ ഒരു സർവീസ് ഇട്ട് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവും. പിന്നെ ലേഡീസ് ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ ആൾക്കാർ ഇവർ പറഞ്ഞ മാതിരി യൂസ് ചെയ്യുന്നത് പുറത്ത് പോവാതെ ഇരുന്ന ആൾക്കാർ ഇപ്പം ഒന്ന് പുറത്തേക്ക് പോവാൻ അവർ താല്പര്യപ്പെടുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്.